നമസ്കാരം, പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വിദേശത്തുള്ള ഇന്ത്യക്കാർക്കും നാട്ടിൽ നിന്ന് പണം അയക്കുന്നവർക്കും വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ വന്നിരിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ ഒരു മാറ്റങ്ങൾ. വിദേശത്തേക്കുള്ള പണമയക്കലാണ് ഒന്നാമത്തേത്. വിദേശത്തേക്ക് പണം അയക്കുമ്പോഴുള്ള TCS പരിധി 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ ചികിത്സ ആവശ്യങ്ങൾക്കായി പണം അയക്കുമ്പോൾ ഇത് 2% കുറച്ചിട്ടുണ്ട്. ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ, വിദേശത്തെ ആസ്തികൾ വെളിപ്പെടുത്തുന്നതിൽ വരുന്ന ചെറിയ പിഴവുകൾ ഇനി മുതൽ ക്രിമിനൽ കുറ്റമല്ല. 20 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദേശ നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇനി ജയിൽ ശിക്ഷ ഉണ്ടാകില്ല. ഇതിന് മുൻകാല പ്രാബല്യവുമുണ്ട്. ബാങ്ക് കാർഡുകളുടെ ഉപയോഗമാണ് മൂന്നാമത്തേത്. പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റർലിങ്ക് കൂടുതൽ സുതാര്യമാകുന്നതോടെ NRE അക്കൗണ്ടുകൾ ഉള്ളവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിദേശത്തും കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ഏറ്റവും അവസാനമായി പുതിയ ഡിസ്ക്ലോഷർ വിൻഡോ, വിദേശത്തുള്ള ആസ്തികൾ ഇതുവരെ വെളിപ്പെടുത്താത്തവർക്കായി ഫാസ്റ്റ് DS 2026 എന്ന പേരിൽ 6 മാസത്തെ പ്രത്യേക ഡിസ്ക്ലോഷർ വിൻഡോയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഒമാനിൽ ഫെബ്രുവരി 19 റംസാൻ ആരംഭിക്കാൻ സാധ്യതയെന്ന് ജ്യോതിശാസ്ത്ര കണക്കുകൾ. ഫെബ്രുവരി 18 ഷബാൻ 30 പൂർത്തിയാക്കി 19 വ്രതമാസത്തിന് തുടക്കം കുറിക്കുമെന്ന് ഒമാനി കലണ്ടർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ചന്ദ്രക്കല കാണുന്നതിനെ ആശ്രയിച്ച് ഔഖാഫ് മതകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായി മാസപ്പിറവി പ്രഖ്യാപിക്കുന്നത്. അതേസമയം ഫെബ്രുവരിയിൽ വീണ്ടും റംസാൻ മാസം തുടങ്ങുന്നത് ഏകദേശം 31 വർഷത്തിന് ശേഷമാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 1 ഒമാനിൽ റംസാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് 1994 ഫെബ്രുവരി 12 1995 ഫെബ്രുവരി 1 വ്രതമാസം തുടങ്ങിയതായി രേഖകൾ കാണിക്കുന്നു. നിലവിലെ ജ്യോതിശാസ്ത്ര പ്രവചനങ്ങൾ അടിസ്ഥാനമാക്കി അടുത്ത വർഷം വിശുദ്ധ മാസം ഫെബ്രുവരി 8 തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEയിൽ റംസാൻ 19 സാധ്യതയെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ അറിയിക്കുന്നത്. ഇത്തവണ റംസാൻ 30 ദിവസം നീണ്ടു നിൽക്കുവാനാണ് സാധ്യത. ഇതനുസരിച്ച് ഈദ് ഉൽ ഫിത്തർ മാർച്ച് 20 ആയേക്കും. അതത് രാജ്യമാസപ്പിറവി കാണുന്നതിനനുസരിച്ച് മതകാര്യ വകുപ്പാണ് റംസാൻ വ്രതാരംഭ തീയതി പ്രഖ്യാപിക്കുക. ഇത്തവണ വ്രതാനുഷ്ഠാന സമയം 12 മുതൽ 13 മണിക്കൂർ വരെ കുറയ്ക്കുന്നതും തണുപ്പ് കാലത്തു നിന്നും ഇത് പ്രവാസികൾക്ക് ആശ്വാസം പകരും. രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള ബാബ്കോ എനർജീസ് ബഹ്റൈൻ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിന്റെ മികവാർന്ന സംഘാടനത്തെ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അഭിനന്ദിച്ചു. റോയൽ ഗോൾഫ് ക്ലബിൽ നടന്ന ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ബഹ്റൈനെ പ്രാപ്തമാക്കുന്നത് ഹമദ് രാജാവിന്റെ അചഞ്ചലമായ രാജാവിന്റെ പിന്തുണയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, രാജ്യത്തിന്റെ കായിക ടൂറിസം മേഖലകളുടെ കരുത്ത് വിളിച്ചോതുന്ന ഇത്തരം മത്സരങ്ങൾ ആഗോളതലത്തിൽ ബഹ്റിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവജന കായിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയെയും ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയെയും പ്രശംസിച്ചു. 28 രാജ്യങ്ങളിൽ നിന്നായി 137 പ്രമുഖ താരങ്ങളാണ് ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. ടൂർണമെന്റിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വിവിധ വകുപ്പുകൾക്കും പങ്കാളികൾക്കും ചടങ്ങിൽ അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രധാന പങ്കാളികളായത് ബാബ്കോ എനർജീസ് ഗ്രൂപ്പും ബഹ്റൈൻ മുംതലക്കത്ത് ഹോൾഡിംഗ് കമ്പനി, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, ബിയോൺ, തംകീൻ, ഗൾഫ് എയർ ഗ്രൂപ്പ് തുടങ്ങിയവരാണ്. ടൂർണമെന്റ് സുഗമമായി നടത്തുന്നതിൽ വോളണ്ടിയർമാരും വിവിധ കമ്മിറ്റികളും വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതെന്നാണ് അവകാശപ്പെട്ടത്. ബാബ്കോ എനർജീസ് ആക്ടീവ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ജവാഹിരി, DP വേൾഡ് ടൂർ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ടോം ഫിലിപ്സ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ലോകത്തിലെ മുൻനിര ഗോൾഫ് ടൂർണമെന്റുകളിൽ ഒന്നായി ഈ ചാമ്പ്യൻഷിപ്പ് മാറിയെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ വിപുലമാക്കുമെന്നും ടോം ഫിലിപ്സ് വ്യക്തമാക്കി. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രമുഖരുമാണ് സമാപന ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത്. UAEയിലെ പരസ്യ മേഖലയിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി പുതിയ മാധ്യമ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ എന്നിവയിലൂടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരും പരസ്യദാതാക്കളും ഇനി മുതൽ നിർബന്ധമായും അഡ്വർടൈസിംഗ് പെർമിറ്റ് കൈവശം വയ്ക്കണം. പണമടച്ചുള്ള പ്രമോഷനുകൾക്ക് മാത്രമല്ല, അല്ലാത്തവയ്ക്കും ഈ നിയമം ബാധകമാണ്. UAEയിൽ താമസിക്കുന്നവർക്കും രാജ്യം സന്ദർശിക്കുന്ന വിദേശികളായ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഈ പുതിയ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. മാധ്യമ മേഖലയിലെ ഗുണനിലവാരം ഉയർത്തുന്നതിനും പ്രാദേശിക ക്രിയേറ്റർമാരെ പിന്തുണയ്ക്കുന്നതിനുമായാണ് 2023 55 നമ്പർ ഫെഡറൽ മീഡിയ നിയമപ്രകാരം ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ് മാധ്യമങ്ങൾ മുതൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വരെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. UAE ഒരു ആഗോള മാധ്യമ ഹബ്ബാക്കി മാറ്റുവാനും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി. നിയമം ലംഘിക്കുന്നവർ കർശനമായ നടപടികൾ നേടേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തെ റോഡുകളിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാനും റോഡ് സുരക്ഷ ഉറപ്പാക്കാനുമായി ട്രാഫിക് നിയമങ്ങൾ അതീവ കർശനമാക്കാൻ
അധികൃതർ തീരുമാനിച്ചു. അമിത വേഗതയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്നവരെ പിടികൂടാൻ രാജ്യവ്യാപകമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ആവർത്തിച്ച് വേഗത പരിധി ലംഘിക്കുന്നവരെ നേരിട്ട് വിളിപ്പിക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പുതിയ പരിഷ്കാരം അനുസരിച്ച് ട്രാഫിക് ക്യാമറകളിൽ കുടുങ്ങുന്നവർക്ക് ഇനി അങ്ങോട്ട് യാതൊരുവിധ ഇളവുകളും കിട്ടില്ല. നിയമലംഘനത്തിന്റെ ഗൗരവം അനുസരിച്ച് താഴെ പറയുന്ന ശിക്ഷകളാണ് അധികൃതർ നടപ്പിലാക്കുക. 1. കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ്. ട്രാഫിക് കേസ് കോടതിയിലേക്ക് പോകാതെ തീർപ്പാക്കുകയാണെങ്കിൽ 150 കുവൈറ്റ് ദിനാർ പിഴയൊടുക്കണം. കോടതി നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ കുറ്റവാളികൾക്ക് 1 മുതൽ 3 വർഷം വരെ തടവോ 600 മുതൽ 1000 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ കിട്ടാം. വാഹനം കണ്ടുകെട്ടൽ. കുറ്റം തെളിയിക്കപ്പെട്ടാൽ നിയമലംഘനം നടത്തിയ വാഹനം 2 മാസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച 3 പേരെ ട്രാഫിക് വിഭാഗം ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ നിലവിൽ ട്രാഫിക് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി. റോഡുകളിൽ അച്ചടക്കം കൊണ്ടുവരാനും മരണനിരക്ക് കുറയ്ക്കാനും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ടാക്സിയിൽ വെച്ച് മറന്ന പേഴ്സ് മണിക്കൂറുകൾക്കകം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് ദുബായ് പോലീസ്. ലക്നൗ സ്വദേശിയായ അലോക് തിവാരി എന്ന പ്രവാസിക്കാണ് ഇത്തരത്തിൽ ഒരു അപൂർവ അനുഭവം ഉണ്ടായത്. പരാതി പോലും നൽകാതെ 1 മണിക്കൂറിനുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പേഴ്സ് എത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അലോക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ടാക്സിയിൽ യാത്ര കഴിഞ്ഞിറങ്ങിയപ്പോൾ ക്യാബിനിൽ പേഴ്സ് മറന്നുവെക്കുകയായിരുന്നു. എന്നാൽ പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടെ 1 മണിക്കൂറിന് ശേഷം തന്നെ ദുബായ് പോലീസിന്റെ ഫോൺ കോൾ ഇദ്ദേഹത്തെ തേടിയെത്തിയതായി പറയുന്നുണ്ട്. ഡ്രൈവർ പേഴ്സ് പോലീസിൽ ഏൽപ്പിച്ചതായും ഉദ്യോഗസ്ഥർ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്ത് തന്നെ കണ്ടെത്തുകയുമായിരുന്നു. പേഴ്സ് തിരികെ കിട്ടിയ ഉടൻ പരിശോധിച്ചപ്പോൾ വീണ്ടും ഞെട്ടി. അതിലുണ്ടായിരുന്ന 500 ദിർഹത്തിൽ 20 ദിർഹം മാത്രമാണ് കുറവുണ്ടായത്. ബാക്കി തുകയും രേഖകളും കൃത്യമായിരുന്നു. ഇവിടുത്തെ നിയമവും ആൾക്കാരുടെ സത്യസന്ധതയും സമ്മതിച്ചു കൊടുക്കുമെന്നാണ് അലോക് എക്സിൽ കുറിച്ചത്. എക്സിൽ അലോക് പങ്കുവച്ച ഈ കുറിപ്പ് ഇതിനോടകം 1.5 മില്യണിലധികം ആളുകളാണ് കണ്ടത്. ദുബായിലെ ഭരണ സംവിധാനത്തിന്റെ മികവാണ് ഇത്തരം നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമെന്നാണ് ഒട്ടേറെ പേർ കമന്റിൽ കുറിച്ചത്. കർശനമായ നിയമങ്ങളും ശിക്ഷയെക്കുറിച്ചുള്ള ഭയവുമാണ് കുറ്റകൃത്യങ്ങൾ കുറയുവാൻ കാരണമെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത്. സത്യസന്ധതയ്ക്ക് വിലയിടുവാൻ കഴിയില്ലെന്നും അത്തരം പ്രവർത്തികൾ എന്നും ആദരിക്കപ്പെടണമെന്നും മറ്റൊരാൾ കുറിച്ചു. അതേസമയം ഗോവയിൽ വെച്ച് പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ സമാനമായ രീതിയിൽ ഇന്ത്യയിലെ പോലീസും തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് മറ്റൊരാൾ കമന്റിലൂടെ കുറിച്ചതും ശ്രദ്ധ നേടി.